Hello, this is Dr. Aishwarya S. Kumar. Welcome back to my channel. Have you ever faced a situation where your child's tooth get knocked out? Or have you been to any situation like that? ആ ടൈമിൽ എന്ത് ചെയ്യണമെന്നറിയാണ്ട് പാനിക് ആയിട്ടുണ്ടോ? So come, let's see how to handle this situation wisely. Let's see the right steps to save your knocked out tooth. വീഴ്ചയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ ഉണ്ടാകുന്ന സമയത്തോ പല്ല് പൂർണ്ണമായി ഇളകി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ നോക്ക്ഡ് ഔട്ട് ടൂത്ത് അഥവാ ടൂത്ത് അവൾഷൻ എന്ന് പറയുന്നത്. സാധാരണ കണ്ടുവരുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക് ആവും. ആൻഡ് ഈ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ കാണുന്നത് 7 to 14 ഇയർ ഓൾഡുള്ള കുഞ്ഞുങ്ങളിലായിരിക്കും. കാരണം കളിക്കിടയിലോ അങ്ങനെ എന്തെങ്കിലും ഫോൾ ഉണ്ടായിട്ട് അങ്ങനെ പല്ല് പൂർണ്ണമായിട്ട് ഇളകി വരുന്ന അങ്ങനെ ആക്സിഡൻ്റലി അങ്ങനെ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. എൻ്റെ അതൊന്ന് കണ്ട് നമ്മൾ പാനിക്കായിട്ട് നിൽക്കാറുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ the basic steps to handle the avulsed tooth or knocked out tooth. So first of all നമ്മൾ ചെയ്യേണ്ടത് you should have to handle the tooth carefully. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പല്ലിൻ്റെ വേരിൽ ടച്ച് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം അങ്ങനെ വേരിൽ ടച്ച് ചെയ്യുമ്പോൾ വേരിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പല്ല് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയും പിന്നീട് അത് റീഇൻസേർട്ട് ചെയ്താലും അത് നമുക്ക് സക്സസ്ഫുള്ളി ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാനും ചാൻസ് കൂടുതലാണ്. സോ എപ്പോഴും ഹോൾഡ് ദ ടൂത്ത് ബൈ ഇറ്റ്സ് ക്രൗണിൽ പിടിച്ച് വേണം നമ്മളെപ്പോഴും വീണ് പോയി അങ്ങനെ പൂർണ്ണമായിട്ട് ഇളകി വന്ന പല്ല് താഴെ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ക്രൗണിൽ പിടിച്ച് വേണം നമ്മൾ പല്ലിനെ എടുക്കാൻ. ആൻഡ് അതിനുശേഷം നമ്മൾ പല്ലിനെ ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ആ പല്ലിൻ്റെ ക്രൗണിൽ പിടിച്ചിട്ട് നമ്മൾ 10 സെക്കൻഡ്സിലത്തേക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ലൈക്ക് മിൽക്ക് പോലുള്ള മിൽക്കോ സലൈനോ അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷനിൽ നമ്മൾ ജസ്റ്റ് 10 സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തെടുക്കുക. സ്ക്രബ് ചെയ്യാനോ സ്ക്രേപ്പ് ചെയ്യാനോ ഒന്നും പാടില്ല, ഉരയ്ക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് ക്രൗണിൽ പിടിച്ച് വെള്ളത്തിലോ പാലിലോ സലൈനിലോ ഒക്കെ കാണിച്ച് നമുക്ക് ചെയ്യാം. ആൻഡ് ദ തിങ് ഈസ് ആ ടൂത്ത് ഇളകി വന്ന ടൂത്ത് ഡ്രൈ ആവാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അതാണ് നമ്മുടെ അവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിൻറ്റ്. കാരണം പല്ല് അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആക്സിഡൻറ്റ് നടന്ന ആ ഒരു സിറ്റുവേഷൻ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് കാണും. ആ ഒരു ടൈം ഗ്യാപ്പിൽ പല്ല് ഡ്രൈ ആയി പോകരുത്. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ മൈൻഡിൽ വെക്കേണ്ടത്. അപ്പോൾ കാരണം നമ്മൾ പെട്ടെന്ന് വീഴുന്ന പല്ല് നമ്മൾ പേപ്പറിലോ ടിഷ്യൂലോ പൊതിഞ്ഞായിരിക്കും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ആ ടൂത്തിനെ ആ പല്ലിനെ പ്രോപ്പറായിട്ടുള്ളൊരു മീഡിയത്തിൽ ഒരു സൊല്യൂഷനിൽ സൂക്ഷിച്ച് വേണം നമ്മളെപ്പോഴും ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ കൊണ്ടുപോകാൻ. സോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ റിൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഇഫ് യു ക്യാൻ റീഇൻസേർട്ട് ദ ടൂത്ത് നമുക്ക് ആ പല്ലിനെ തിരിച്ച് ആ സോക്കറ്റിലോട്ട് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും ശ്രമിക്കാം. അങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പല്ല് തിരിഞ്ഞു പോകരുത്. കറക്റ്റ് പൊസിഷനിൽ നമുക്ക് റീഇൻസേർട്ട് ചെയ്യാൻ പറ്റാം. ആൻഡ് പല്ലിനെ ഒരുപാട് ഫോഴ്സ് ചെയ്ത് വെക്കരുത്. കാരണം പ്രോപ്പറായിട്ട് വെക്കുന്നത് എപ്പോഴും ഐഡിയലി വെക്കാനായിട്ട് ഒരു ഡോക്ടറിനെ പറ്റും. അപ്പോൾ പല്ല് നമ്മൾ ഉടനെ ആ സോക്കറ്റിൽ കയറുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ആ സോക്കറ്റിലോട്ട് കയറ്റാൻ പറ്റും. ആൻഡ് ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ കോട്ടനോ ഗോസോ എന്തെങ്കിലും വെച്ച് കടിച്ച് പിടിപ്പിച്ചിട്ട് എമർജൻസി അപ്പോയിൻമെൻ്റ് എടുത്ത് യു ഷുഡ് ഹാവ് ടു കൺസൾട്ട് ദി ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. കാരണം ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഡോക്ടർ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് റീഇൻസേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ പാനിക് ആവണ്ട. ജസ്റ്റ് ആ ഒരു ടൂത്ത് നമ്മൾ ക്രൗണിൽ എടുത്തു, റിൻസ് ചെയ്തു. ആൻഡ് യു ഷുഡ് ഹാവ് ടു കീപ്പ് ഇറ്റ് ഇൻ എ സ്റ്റോറേജ് മീഡിയം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ. അതായത് ലൈക്ക് പാല്, മിൽക്കാണ് ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോൾ മിൽക്കാണ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത്. സോ മിൽക്കിൽ നമുക്ക് ഇട്ട് വെക്കാം. അല്ലെങ്കിൽ സലൈൻ ഉണ്ടെങ്കിൽ സലൈനിൽ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടറും ഒരു പറ്റിയ ഒരു നല്ലൊരു സൊല്യൂഷനാണ് ടു സേവ് ദ ടൂത്ത്. അതിൻ്റെ വൈറ്റൽ സ്ട്രക്ചേഴ്സും സെൽസും എല്ലാം സേവ് ചെയ്യാനായിട്ട് അതും ഒരു നല്ല സൊല്യൂഷനാണ്. ഇതൊന്നും നിങ്ങൾക്ക് നിലവിലില്ല എന്നാണെങ്കിൽ വായിൽ തന്നെ പല്ലിനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ചീക്കിൻ്റെ കവളിൻ്റെയും മുണയിലെയും ഇടയിലുള്ള ഭാഗത്ത് പല്ലിനെ നമുക്ക് അവിടെ സൂക്ഷിച്ച് വെച്ച് ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തുന്നത് വരെ അവിടെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു മെത്തേഡ് കുഞ്ഞുങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങൾ ഈ പല്ല് അറിയാണ്ട് വിഴുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ആക്സിഡൻ്റൽ സ്വോളോ ഒഴിവാക്കാനായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞുങ്ങളുടെ വായിൽ പല്ല് വിഴുങ്ങാണ്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് പല്ല് പുറത്തേക്ക് എടുത്തിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഇതേപോലെ പാലോ സലൈനോ ഏതില്ലെങ്കിലും ഇട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ എമർജൻസി ആയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ഫസ്റ്റ് 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പല്ലിനെ പൂർണ്ണമായിട്ട് സേവ് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിരിക്കും. ചാൻസ് ഫോർ ദ സക്സസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് വിൽ ബി ഹൈ. മാക്സിമം ഫസ്റ്റ് 60 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ അല്ലെങ്കിൽ ഒരു ഡെൻറ്റൽ സർജനെ കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ലേറ്റ് ആവുന്നതനുസരിച്ച് ഡിലേഡ് ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് ആ പല്ലിനെ നമുക്ക് റീഫിക്സ് ചെയ്യാൻ റീപ്ലാന്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീഇൻസേർട്ട് ചെയ്താലും അത് പ്രോപ്പറായിട്ട് ശരിയാകാതിരിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ കീപ്പ് ഇൻ മൈൻഡ് whenever you see this kind of situation you should have to consult the doctor immediately. Visit your dentist immediately to increase the chance of reimplanting the tooth successfully. First of all,
മേക്ക് ഷുവർ ഈ ഇളകി വന്ന ടൂത്ത് പെർമനൻറ്റ് ടൂത്താണ്. അതായത് പാൽപ്പല്ലല്ല പെർമനൻറ്റ് ടൂത്ത് എന്ന് പറയും നമ്മൾ. പെർമനൻറ്റ് ടൂത്ത് തന്നെയാണ് നമ്മൾ ഈ റീപ്ലാന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ബിക്കോസ് ഇളകിപ്പോകുന്ന പാൽപ്പല്ലുകളാണെങ്കിൽ ഇളകിപ്പോയാലും പ്രശ്നമില്ല. പക്ഷേ പെർമനൻറ്റ് ടൂത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പേടിക്കേണ്ട. ഈവൻ ഇഫ് യുവർ പെർമനൻറ്റ് ടൂത്ത് ഇസ് ലോസ്റ്റ്, നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാനായിട്ട് നമുക്ക് പെട്ടെന്ന് സാധിച്ചില്ല, ടൈം കഴിഞ്ഞു പോയി, അങ്ങനെ ലോങ് പീരീഡായി, ടൂത്തിനെ സേവ് ചെയ്യാൻ പറ്റില്ല, അവേഴ്സ് ആയി പോയി. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പേടിക്കാണ്ട് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ടൂത്ത് അഥവാ ഇംപ്ലാന്റ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജസ് പോലുള്ള ഓപ്ഷൻസ് ഇട്ട് അത് വെച്ചിട്ട് നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ടീത്ത് വെച്ചിട്ട് പല്ലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ടൂത്തിനെ എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സിറ്റുവേഷൻ, നാച്ചുറൽ ടൂത്തിനെ സേവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അത് ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ നാച്ചുറൽ ടൂത്തിനെ സേവ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഇഫ് യു എവർ ഫേസ് ദി സിറ്റുവേഷൻ, നോ ദാറ്റ് ദ റൈറ്റ് സ്റ്റെപ്സ് വിൽ സേവ് യുവർ ടൂത്ത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ടൂത്ത് സേവ് ചെയ്യുമ്പോൾ നമുക്ക് റീഇൻസേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്ലേസ് ഇറ്റ് ഇൻ എ സ്റ്റോറേജ് മീഡിയം അല്ലെങ്കിൽ സൊല്യൂഷൻ ലൈക്ക് മിൽക്ക്, സലൈൻ. ആൻഡ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹാങ്സ് ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷനാണ്. പക്ഷേ അത് എപ്പോഴും ഈസിലി അവൈലബിൾ ആവണമെന്നില്ല. നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ സിറ്റുവേഷനിൽ അവൈലബിൾ ആകുന്ന ഈസിലി അവൈലബിൾ ആകുന്ന സൊല്യൂഷൻ വേണം നമ്മളെപ്പോഴും ഓപ്റ്റ് ചെയ്യാനായിട്ട്. സോ ദാറ്റ് യു ക്യാൻ പ്രിവെൻറ്റ് ദ ടൂത്ത് ഫ്രം ഡ്രൈയിങ് ഇറ്റ് ഔട്ട്. ഓക്കെ, hope you enjoyed this video. Now you know the right steps to save your knocked out tooth. Bye bye. Take care.